നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാൻ സാധ്യതയുള്ള 4 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് സൊമാറ്റോ. സൊമാറ്റോ കഴിഞ്ഞ ദിവസം 1.5% ഉയർന്ന് 182 രൂപ 15 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 6% റിട്ടേണും 6 മാസം കൊണ്ട് 72% റിട്ടേണും 1 വർഷം കൊണ്ട് 280% റിട്ടേണും നൽകി. കർണാടക ടാക്സ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും സൊമാറ്റോ എന്ന കമ്പനിക്ക് 23.26 കോടി രൂപ പേ ചെയ്യുന്നതിനുള്ള ടാക്സ് നോട്ടീസ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ GSTയുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റും പെനാൽറ്റി ചാർജും ഉൾപ്പെടെയാണ് കമ്പനിക്ക് 23.26 കോടി രൂപയുടെ ടാക്സ് പേ ചെയ്യേണ്ടി വരിക. ഫുഡ് ഡെലിവറി സെക്ടറിലെ ഒരു മേജർ കമ്പനിയായ സൊമാറ്റോയ്ക്ക് റീസെൻ്റ്ലി ഗുജറാത്ത് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സൈഡിൽ നിന്നും ഒരു ടാക്സ് നോട്ടീസ് ലഭിച്ചിരുന്നു. അതായത് റീസെൻ്റ്ലി മാർജിനലി പോസിറ്റീവ് സൈഡിലേക്ക് എത്തിയ അല്ലെങ്കിൽ റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ മാർജിനലി പ്രോഫിറ്റ് സൈഡിലേക്ക് എത്തിയ ഒരു കമ്പനിക്ക് മുകളിൽ വളരെ ഉയർന്ന രീതിയിലുള്ള ടാക്സ് നോട്ടീസുകൾ വരുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് അല്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് 23 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി അപ്രോപ്രിയേറ്റ് അതോറിറ്റികളിൽ അപ്പീലിന് പോകും എന്നാണ് മാനേജ്മെൻറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. ഓവറാൾ വരും സമയങ്ങളിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് വളരെ മികച്ച റാലി കാഴ്ചവെക്കുകയും 52 വീക്ക് ഹൈക്ക് അടുത്തെത്തുകയും ചെയ്തു. ഇവിടെ നിന്നും ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും 150 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം 155 സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷമാണ് സ്റ്റോക്ക് 182 എന്ന ലെവലിലേക്ക് ഉയർന്നത്. രണ്ടാമത്തേത് സുസ്ലോൺ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഉയർന്ന് 40 രൂപ 40 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ്. 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് അതിൻ്റെ 52 വീക്കിൽ നിന്നും കറക്ഷൻ ഫേസിലാണ്. 52 വീക്ക് ഹൈ 50 രൂപ 60 പൈസ. സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 260 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ്. സുസ്ലോൺ എനർജി എന്ന കമ്പനി ഈ പെനാൽറ്റിയെ ചലഞ്ച് ചെയ്ത് അപ്രോപ്രിയേറ്റ് ജുഡീഷ്യൽ ഫോറമിൽ നീങ്ങും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും ഉയർന്ന രീതിയിലുള്ള ടാക്സ് ഡിമാൻഡ് വന്നിരിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഡബിൾ ടോപ്പ് രീതിയിലുള്ളൊരു ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് അതിൻ്റെ ഈ ബിയറിഷ് പാറ്റേണിൻ്റെ നെക്ക് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങാനും ശ്രമിക്കുന്നു. ടാക്സ് നോട്ടീസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇടിഞ്ഞാൽ 35-30 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. 62,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 8.9, 52 വീക്ക് ഹൈ 156, 52 വീക്ക് ലോ 69. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 564 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് അല്ലെങ്കിൽ 564 കോടി രൂപയുടെ പെനാൽറ്റി ഓർഡർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. 2018-2019 ടാക്സ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് കമ്പനിക്ക് 564 കോടി രൂപയുടെ പെനാൽറ്റി നോട്ടീസ് വന്നിരിക്കുന്നത്. അതേസമയം ഈ വാർത്ത കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഓപ്പറേഷനെയോ അല്ലെങ്കിൽ പെർഫോമൻസിനെയോ ബാധിക്കില്ല എന്ന് മാനേജ്മെൻറ്റ് അവകാശപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ നൽകിയതാണ്. 1 വർഷം കൊണ്ട് 91% റിട്ടേണും 6 മാസം കൊണ്ട് 30% റിട്ടേണും 1 മാസം കൊണ്ട് 3% റിട്ടേണും സ്റ്റോക്ക് നൽകി. ബാങ്ക് ഓഫ് ഇന്ത്യ ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണിൽ കറക്ഷൻ വന്നതിന് ശേഷം 130 സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും 137 ട്രേഡ് ചെയ്യുകയുമാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ 130 തന്നെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അവസാന സ്റ്റോക്ക് NHPC ലിമിറ്റഡ്. NHPC കഴിഞ്ഞ ദിവസം 0.5% ഉയർന്ന് 89 രൂപ 30 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 90,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.12, ഡിവിഡൻഡ് yield 1.82%. NHPCക്ക് പ്രമുഖ ബ്രോക്കേജായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗും 60 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഏകദേശം 32% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റാണ് കോട്ടക് സെക്യൂരിറ്റീസ് NHPC എന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ കോട്ടക് സെക്യൂരിറ്റീസിൻ്റെ റാഷണൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി നേരിടുന്ന ഏറ്റവും പ്രധാന ചലഞ്ച് അതിൻ്റെ ഓൺ ഗോയിങ് പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷനിലുണ്ടായിരിക്കുന്ന ഡിലേ തന്നെയാണ്.
സുബാൻസാരി, ലോവർ, പാർവതി 2 തുടങ്ങിയ 2 ഹൈഡ്രോ പ്രോജക്റ്റുകൾ കമ്പനി 10 വർഷം കൊണ്ടേ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രോജക്റ്റുകൾ വീണ്ടും ഡിലേ ആയി പോവുകയാണ്. ഇവിടെ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലുള്ള കമ്പനിയുടെ കഴിവില്ലായ്മ ഈ കമ്പനിയിൽ വളരെ വലിയ റിസ്കിന് കാരണമായേക്കും എന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 89,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഹൈഡ്രോ എനർജി പവർ, റിന്യൂവബിൾ എനർജി പവർ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് NHPC. NHPC 89 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 93, 95 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് ആണ്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇടിയുകയാണെങ്കിൽ 75, 80 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിന് ഇനിഷ്യൽ സപ്പോർട്ട് ലഭിച്ചേക്കാം. 75-ന് അടുത്ത് ഉയർന്ന ബൈയിങ് വരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്